തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ചതിൽ വ്യാജ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ആളെ കണ്ടെത്താനാകാതെ പോലീസ്. വെഞ്ഞാറമൂട് തേമ്പാമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഒളിവിലാണ്. മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യയെയും മകളെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. പി ആർ പ്രവീണ വിശദാംശങ്ങളുമായി. പ്രവീണ, ഇന്നലെ ആദ്യ ഭാര്യയെയും മകളെയും പ്രതി ചേർക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ആദ്യ ഭാര്യയിലെ മകൾ അക്യുപങ്ക്ചർ പഠിച്ച ആളാണ് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ഈ ഷമീറ മരിച്ച സമയത്ത് നയാസിൻ്റെ, അതായത് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും മകളും ഒപ്പം ഉണ്ടായിരുന്നു. ഇതിൽ അക്യുപങ്ക്ചർ പഠിച്ച മകളാണ് പ്രസവം എടുക്കാൻ ശ്രമിച്ചതെന്നുള്ളതും നയാസ് തന്നെ ആദ്യം മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതി ചേർക്കുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ആലോചിച്ചത്. പക്ഷേ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ള നയാസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം പ്രതി ചേർക്കുന്ന കാര്യങ്ങൾ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് ഇപ്പോൾ നിയമം പോലീസ് പറയുന്നത്. മാത്രവുമല്ല, ചികിത്സയ്ക്ക്, അതായത് അക്യുപങ്ക്ചർ ചികിത്സ നടത്തിയ വ്യക്തികളിലേക്കുള്ള അന്വേഷണം എത്തണമെങ്കിലും നയാസിന്റെ വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് വെഞ്ഞാറമൂട് തേമ്പാമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ കുറിച്ചുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തേമ്പാമൂട് പ്രവർത്തിക്കുന്ന ഇയാളുടെ അൽഷിഫ എന്ന് പറഞ്ഞ ക്ലിനിക്കിലേക്ക്, അക്യുപങ്ക്ചർ ക്ലിനിക്കിലേക്ക് പോലീസ് എത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ രേഖകൾ ഹാജരാക്കാൻ തയ്യാറായില്ല. പിന്നീട് ഈ കേസ് ബലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശേഷം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ക്ലിനിക്ക് ഇപ്പോൾ അടച്ചിട്ട നിലയിലാണുള്ളത്. നിലവിൽ ഇയാൾക്ക് ഭീമാപ്പള്ളി ഭാഗത്തും ക്ലിനിക്ക് ഉണ്ട് എന്നുള്ളതാണ്, കിളിമാനൂരിലടക്കം ക്ലിനിക്ക് ഉണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിലേക്കൊക്കെ അന്വേഷണം എത്തണമെങ്കിൽ നയാസിന്റെ വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും ആദ്യ ഭാര്യയെയും മകളെയും ഈ ചികിത്സയ്ക്ക് സഹായിച്ച വ്യക്തികളെയും അടക്കം പ്രതി ചേർക്കുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക.